ആരോഗ്യം അമൂല്യം. സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീമുകളുടെ ഉപയോഗവും ദൂഷ്യവശങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ത്വക്രോഗാശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ പ്രത്യൂഷ എം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ടോപ്പിക്കൽ സ്റ്റീറോയിഡ് എബ്യൂസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക്കൽ സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞ ക്രീമുകൾ, സ്റ്റീറോയിഡ് അടങ്ങിയ ക്രീമുകൾ ഡോക്ടർമാരുടെ കുറിപ്പടി അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ചില ലേപനങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് ഇന്ന് യുവതലമുറയിൽ ഒരു ഹരം തന്നെയാണ്. അതിനെ നമ്മൾ ഫെയർനെസ് ക്രീം എന്ന് വിളിക്കുന്നു. ഒത്തിരി ആളുകൾ വെളുക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള ക്രീമുകളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ അവരുടെ തൊലി എന്താണ്, അവരുടെ തൊലിയുടെ ഘടന എന്താണ്, തൊലിയുടെ ടൈപ്പ് എന്താണ് എന്നുപോലും നോക്കാതെ അവർ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഫെയർനെസ് ക്രീം വേണമെന്ന് പറയുന്നു. 99% ഫെയർനെസ് ക്രീമിലും അടങ്ങിയിരിക്കുന്നത് സ്റ്റീറോയിഡുകളാണ്. എന്താണ് സ്റ്റീറോയിഡ്? നമ്മൾ ത്വക്ക് വിദഗ്ധർ വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ത്വക്ക് രോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് സ്റ്റീറോയിഡ്. ഇത് ഇഞ്ചക്ഷൻ ലഭ്യമാണ്, ടാബ്ലറ്റുകൾ ലഭ്യമാണ്, ക്രീംസ് ആയിട്ടും ലഭ്യമാണ്. ഇവ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയെ ചെറുതായി കുറച്ച്, അതിനെ നമ്മൾ സപ്രഷൻ എന്ന് പറയും, സപ്രഷൻ വരുത്തിയാണ് അവ അവരുടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിച്ച അളവിലും കാലയളവിലും അല്ലാതെ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ നമ്മൾ സ്റ്റീറോയിഡ് എബ്യൂസ് എന്ന് പറയുന്നു. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു ഫെയർനെസ് ക്രീമായും എല്ലാ ത്വക്ക് രോഗങ്ങൾക്കുമുള്ളൊരു ചൊട്ടുവിദ്യയുമായി ഇന്ന് ഇത്തരം ക്രീമുകൾ ഉപയോഗിച്ചു വരുന്നതായി നമ്മൾ കാണുന്നു. സ്കിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റീറോയിഡ് ഉപയോഗിക്കേണ്ട വളരെ നിർണായകമായ അസുഖങ്ങളുണ്ട്. ആ അസുഖത്തിനു വേണ്ട തോതിൽ മാത്രമാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ വെറുതെ ഇത് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും വാങ്ങുന്നതായി നമ്മൾ കാണുന്നു. ഇതുമൂലം വളരെ വലിയ സൈഡ് ഇഫക്റ്റുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒത്തിരി യങ്സ്റ്റേഴ്സ് ഇന്ന് ഇത്തരം ക്രീമുകൾ ഉപയോഗിച്ച് നമ്മുടെ മുന്നിൽ വരാറുണ്ട്. അവർക്ക് വരുന്ന ഒത്തിരി സൈഡ് ഇഫക്ട്സ് ആണ്. ഒന്ന്, ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ. അതായത് ഈ ഫെയർനെസ് ക്രീമുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങുന്ന ഈ ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ കണ്ടുവരുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ വെളുക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ കാരണം എന്താണ്? നിങ്ങളുടെ ശരീരത്തിലെ മെലാനിൻ്റെ അംശം കുറഞ്ഞു പോവുകയാണ്. അത് ഇത്തരം ക്രീമുകളുടെ സൈഡ് ഇഫക്റ്റാണ്. അതിനെ നമ്മൾ ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നു. സ്കിന്നിൻ്റെ കട്ടി കുറയുന്നു. തന്മൂലം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള ബ്ലഡ് വെസലുകൾ അത് പുറത്തേക്ക് കാണുന്നു. അതിനെ നമ്മൾ ടീലൻജെക്ടേസിയ എന്ന് പറയുന്നു. ഇത്തരം രക്തക്കുഴലുകൾ പുറത്തേക്ക് കാണുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ മുഖം ഒന്ന് റെഡായി തുടുത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്തരം ഫെയർനെസ് ക്രീം, ഈ ക്രീം ഉപയോഗിച്ചിട്ടാണ് ഞാൻ വെളുക്കുന്നതും വളരെ റെഡായി ഞാൻ കാണപ്പെടുന്നതും. പക്ഷേ ഇത് ഈ ക്രീമിൻ്റെ സൈഡ് ഇഫക്റ്റാണ്. ഒരു മാസങ്ങൾക്ക് ശേഷം പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് മുഖത്ത് ഒട്ടനവധി കുരുക്കൾ പ്രത്യക്ഷപ്പെടും. അതിനെ നമ്മൾ ആക്നെ എന്ന് വിളിക്കുന്നു. കുരുവിനോടൊപ്പം മുഖത്ത് തന്നെ രോമ വളർച്ച വരുന്നു. അതിനെ ഹിർസ്യൂട്ടിസം എന്ന് പറയുന്നു. പതുക്കെ 3 മാസം 4 മാസം ആവുന്നതോടുകൂടി നിങ്ങളുടെ ശരീരത്തിൽ മൊത്തം സ്ട്രെച്ച് മാർക്കുകൾ കാണപ്പെടുന്നു. ഇത് എത്ര നാളുകൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നോ തന്മൂലം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ആക്സിസ്, നമ്മുടെ തലയിലുള്ള ഗ്രന്ഥികളിൽ സപ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനശേഷി തന്നെ കുറയുന്നതായിട്ട് കാണാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാളുടെ ഉപദേശം കേട്ട് ഇത്തരം സ്റ്റീറോയിഡ് അടങ്ങിയ ഫെയർനെസ് ക്രീമുകൾ ഒരിക്കൽ പോലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടുകയില്ല. ഫെയർനെസ്സിന് വേണമെങ്കിൽ ഒത്തിരി ക്രീമുകളുണ്ട്. അതിന് നിങ്ങൾ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ സമീപിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്തെന്ന് മനസ്സിലാക്കി അത്തരം ക്രീമുകൾ ഉപയോഗിക്കുക. സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീമുകളുടെ ഉപയോഗവും ദൂഷ്യവശങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പ്രത്യൂഷ എം.